ഹലോ. ദി ആർട്ട് ഓഫ് ലെറ്റിംഗ് ഗോ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? വിട്ടുകൊടുക്കുക എന്നുള്ള ഒരു കല നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ലെറ്റ് ഗോ യു ക്യാൻ ഗ്രോ, അങ്ങനെ അല്ലേ? ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ മുറുകെ പിടിച്ചു വെക്കുന്നത് കൊണ്ടാണ് ചിലപ്പോഴെങ്കിലും നമ്മുടെ മനസ്സ് കൂടുതൽ വേദനിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ അതൊരു പഴയൊരു ബന്ധമാകാം, ആരോ പറഞ്ഞ ഒരു വേദനിപ്പിക്കുന്ന വാക്ക്, അതും അല്ലെങ്കിൽ നമ്മൾ ചെയ്ത ഒരു തെറ്റ്, അല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ട ഒരു അവസരം, അല്ലെങ്കിൽ പഴയ ചില ഓർമ്മകൾ. നമ്മൾ വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് ചിന്തിക്കും. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, വിട്ടുകൊടുക്കുന്നത് അതൊരു തോൽവിയല്ല. വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് നമ്മളെ തന്നെ സ്വയം ഒരു മോചിപ്പിക്കലാണത്. ഒന്നാമതായിട്ട് ഓർക്കേണ്ടുന്ന കാര്യം, കഴിഞ്ഞ കാലത്തെ നമുക്ക് ഇനി ഒരിക്കലും കൊണ്ടുവരാനായിട്ട് കഴിയില്ല, അല്ലെ? കഴിഞ്ഞ കാലത്തെ നമുക്കൊരിക്കലും മാറ്റാനായിട്ട് കഴിയില്ല. നിങ്ങൾക്ക് ഇന്നലെ തിരികെ കൊണ്ടുവരാനായിട്ട് കഴിയില്ല. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സംഭവിച്ചു പോയതൊന്നും നമുക്ക് മാറ്റാനും കഴിയില്ല, അല്ലെ? പക്ഷേ ആ കഴിഞ്ഞു പോയ കാര്യങ്ങൾ നിങ്ങളുടെ ഇന്നത്തെ ജീവിതത്തെ നിയന്ത്രിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് തീരുമാനിക്കാനായിട്ട് പറ്റും. കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ടാവും. പക്ഷേ കഴിഞ്ഞ കാലത്തിൽ ഇരുന്നു കൊണ്ട് ജീവിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കരുത്. അതുപോലെ തന്നെ പിന്നെ ഓർക്കേണ്ടുന്ന ഒരു കാര്യം, എല്ലാവരിൽ നിന്നും ഒരു ക്ലോഷർ നമ്മൾ പ്രതീക്ഷിക്കരുത്. ചിലര് നിങ്ങളോട് ക്ഷമ ചോദിക്കില്ല, ചിലര് നിങ്ങളെ മനസ്സിലാക്കില്ല, ചില ബന്ധങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച പോലുള്ള ഒരു അവസാനവും ലഭിക്കില്ല. അപ്പോൾ നിങ്ങൾ എന്താ അവിടെ പറയേണ്ടതെന്നറിയോ? എനിക്ക് എല്ലാ ഉത്തരങ്ങളും വേണമെന്നില്ല, എനിക്ക് മനസ്സമാധാനം മാത്രം മതി എന്ന് നിങ്ങൾ നിങ്ങളോട് പറയുക. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളോട് ക്ഷമിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. നിങ്ങൾ നിങ്ങളോട് ക്ഷമിച്ചു കൊടുക്കുക. ഒരിക്കലും നിങ്ങൾ നിങ്ങളെ കുറ്റപ്പെടുത്താതിരിക്കുക. അന്ന് നിങ്ങൾക്ക് അറിയാവുന്ന അറിവുകൾ വെച്ചിട്ടാണ് നിങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്തത്, അല്ലേ? അതിൽ തെറ്റുകൾ ഉണ്ടാകാം, പാകപ്പിഴകൾ ഉണ്ടാവാം. പക്ഷെ ഒരിക്കലും നിങ്ങൾ നിങ്ങളെ കുറ്റപ്പെടുത്താതെ നിങ്ങളോട് തന്നെ നിങ്ങൾ ക്ഷമിച്ചു കൊടുക്കുക. എപ്പോഴും ഓർക്കുക, ചില വാതിലുകൾ അടയുന്നത് അതൊരു അവസാനമായിട്ടല്ല, അതെപ്പോഴും ഒരു പുതിയ വാതില് നമുക്ക് മുന്നിൽ തുറക്കേണ്ടുന്ന ഒരു സമയമായതുകൊണ്ടാണ് ചില വാതിലുകൾ അടഞ്ഞു പോകുന്നത്. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, ഞാൻ എന്താണ് എന്നിൽ മുറുകെ പിടിച്ചു വെച്ചിരിക്കുന്നത്? അതൊരു വേദനയായിരിക്കാം, ഒരു ബന്ധമായിരിക്കാം, ഒരു പഴയ ഓർമ്മയായിരിക്കാം, ഒരു കുറ്റബോധമായിരിക്കാം. അപ്പം ഇന്നു മുതൽക്ക് തന്നെ അതെല്ലാം വിട്ടുകൊടുത്തുകൊണ്ട് അത് ലെറ്റ് ഗോ ചെയ്യുക. ലെറ്റ് ഗോ, ഹീൽ, ഗ്രോ ആൻഡ് മൂവ് ഫോർവേഡ്. അത് നിങ്ങൾ മുറുകെ പിടിക്കുക. അപ്പം ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഡീറ്റെയിൽഡ് വീഡിയോ കണ്ടിട്ട് ലെറ്റ് ഗോ ചെയ്യാനായിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്, അതിൽ നിന്ന് നമുക്ക് എന്താണ് പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ലെറ്റ് ഗോ നമ്മൾ ചെയ്യുന്നത്, അത് നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ളതാണ് ഡീറ്റെയിൽഡ് വീഡിയോ. അപ്പോൾ ഡീറ്റെയിൽഡ് വീഡിയോ കണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റുകളും ഒക്കെ നിങ്ങൾ എന്നെ അറിയിക്കുക. എപ്പോഴും റൈസ് വിത്ത് ഷജീസ് നിങ്ങളോടൊപ്പമുണ്ട്. താങ്ക് യു.